ക്ഷേമ പെൻഷന്റെ 98% നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. 2% കേന്ദ്രവിഹിതമാണ്. PFMS വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക. ഒരാൾക്ക് സംസ്ഥാനം 1600 രൂപ അനുവദിക്കുമ്പോൾ കേന്ദ്രവിഹിതം 300 രൂപയാണ് നൽകേണ്ടത്. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കേന്ദ്രവിഹിതത്തിന്റെ കുടിശ്ശിക മാത്രം 400 കോടി രൂപയാണ്. കണ്ണു തുറക്കൂ സർക്കാർ. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ ഈ 98% സംസ്ഥാന സർക്കാർ വിഹിതമായിരിക്കുമ്പോൾ 2% നൽകേണ്ട കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് സംസ്ഥാനം ആവർത്തിച്ച് പറയാറുള്ളത്. ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്തവരുടെ വലിയ പട്ടിക, വലിയ കണക്കുകൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവരുടെ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. എന്താണ് സർക്കാർ ഇതിൽ പറയുന്ന ന്യായം? ഇപ്പോഴും കേന്ദ്രവിഹിതമില്ല എന്നൊരു ഒറ്റ ന്യായത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ, പ്രതിസന്ധികൾ എന്താണ്? സ്മൃതി, ഇത് പറയുമ്പോഴും ഇപ്പോൾ ഏതാണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് ധനകാര്യ വകുപ്പിൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട്. അത് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് എന്ന് ഏവർക്കും മനസ്സിലാവുകയും ചെയ്യും. ധൃതി പിടിച്ച് ഒരു മാസത്തെ തുക കൊടുത്തു. മാത്രമല്ല, നേരത്തെ ഓണത്തിൻ്റെ സമയത്ത് കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും 5 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുകയാണ്. അത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണ്. വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നീ ഗണങ്ങളിൽപ്പെടുന്ന ക്ഷേമ പെൻഷനുകളാണ് ഈ പറയുന്ന 5 മാസത്തെ കുടിശ്ശികയായി നിലനിൽക്കുന്നത്. അത് ഒന്നിച്ചിവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആശ്വാസമാകും എന്നുള്ളതാണ്. പക്ഷേ അതെപ്പോൾ കിട്ടും എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ശ്രുതി ഇതിൽ അതിരൂക്ഷമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിൽ നമുക്കറിയാം പല പദ്ധതികളും മുടങ്ങിക്കിടക്കാൻ കാരണവും തദ്ദേശ സ്ഥാപനങ്ങൾക്കായാലും മറ്റായാലും ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റേതായി ഭാഗമായി വരുന്ന ഫണ്ടുകൾ കിട്ടാത്തതും, കരാറുകാർക്ക് പണം കൊടുക്കാത്തതും, അതുപോലെ ആരോഗ്യ മേഖലയിൽ മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കാനില്ലാത്തതുമായി നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതിൽ കേരളം പറയുന്ന ന്യായം എന്നുള്ളത് കേന്ദ്രം വേണ്ടത്ര സഹായം തരുന്നില്ല, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രുതി, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിച്ച് കുറേ പേർ ജീവിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പെൻഷൻ കിട്ടുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ശേഷിയുള്ളവരാണ്. പക്ഷേ അതില്ലാത്ത ഒരു വിഭാഗമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ഈ പെൻഷനെ ആശ്രയിക്കുന്നു, അവർക്കിത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ക്ഷേമനിധി ബോർഡുകളുടെ കാര്യമാണ് അതിലും വലിയ കഷ്ടം. നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്ത കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ 16 മാസമായിട്ടും പെൻഷൻ കിട്ടാത്തവരുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല, അവർക്ക് 2023 മാർച്ച് മുതൽ, അതായത് ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായി അവർ അംശാദായം 5 മാസം, 6 മാസം, 3 മാസം ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള വിവിധ കണക്കുകളാണ് പറയുന്നത്. ഒരുപാട് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, തീരെ വയ്യാതെ കിടപ്പ് രോഗികളായ മക്കളെ നോക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, ഒരുപാട് കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്.